വശീകരണ വാക്കുകളോട് ആരും ഞങ്ങളെ ചതിക്കാതിരിപ്പാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കണമേ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മീയ വർധന പ്രാപിപ്പാൻ കൃപ തരണമേ കർത്താവെ. ആത്മീയ വർധന പ്രാപിച്ച് ഹല്ലേലൂയ ഞങ്ങൾ ഏത് ഫ്ലാറ്റ് കർത്താവെ, ഞങ്ങൾ ഏത് സഭയിലായിരിക്കുന്ന സഭ ഹല്ലേലൂയ ദേശത്ത് വളരട്ടെ. ഹല്ലേലൂയ ഒരു രഹോബത്തായി തീരട്ടെ. ഹല്ലേലൂയ. അതിനായി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർക്കായി ഹല്ലേലൂയ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ശുശ്രൂഷകൾ ഒരിക്കൽ കൂടി ദൈവങ്ങൾ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ നടത്തുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ 382 പ്രഭാതത്തിനായി സ്തോത്രം. എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവങ്ങളും സമർപ്പിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ബെൽസൻ ഡാനിൽ ഫാസ്റ്ററും കുടുംബത്തെയും കാര്യങ്ങൾ സമർപ്പിക്കുന്നു. കുടുംബമായവരായിരിക്കുന്നിടത്തെല്ലാം കർത്താവ് അവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ന് ശുശ്രൂഷകൾ പാടുവാൻ ഹല്ലേലൂയ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഹല്ലേലൂയ ജോബിനെ ഹല്ലേലൂയ ജോഫ്രിയെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന ലീഡിയ സഹോദരിക്കായി സ്തോത്രം. എല്ലാ ശുശ്രൂഷകളും നല്ല വചന ശുശ്രൂഷയും നൽകി കർത്താവ് മാനിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവനാമ മഹത്വത്തിനായി തീരുവാനിടയാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. നമ്മുടെ പ്രാർത്ഥനയെ കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. വർഷിപ്പ് ലീഡ് ചെയ്യാനായിട്ട് നമ്മുടെ ജിബിനെയും ജെഫ്രിയെയും ക്ഷണിക്കുക. प्रेज़ द लॉर्ड। परमेश्वर की स्तुति हो कि ऐसे पवित्र के दिन एक साथ मिलकर एक साथ जोड़कर परमेश्वर की स्तुति करने के लिए जो समय दे उसकी महिमा हो। है प्रभु देवताओं में तेरे समान है कौन, स्वर्ग में हो या धरती पर तेरे समान है कौन। है प्रभु देवताओं में तेरे समान है कौन, स्वर्ग में हो या धरती पर तेरे समान है कौन। यीशु जैसा कोई नहीं, मेरा यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं, मेरा यीशु जैसा कोई नहीं। स्वर्ग में हो या धरती पर तेरे समान है कौन, स्वर्ग में हो या धरती पर तेरे समान है कौन। दूतों के भोजन से अपने लोगों को तृप्त किया, दूतों के भोजन से अपने लोगों को तृप्त किया। तेरे जैसा है न कोई जो प्रेम करे अपने लोगों से, तेरे जैसा है न कोई जो प्रेम करे अपने लोगों से। है प्रभु देवताओं में तेरे समान है कौन, स्वर्ग में हो या धरती पर तेरे समान है कौन। है प्रभु देवताओं में तेरे समान है कौन, स्वर्ग में हो या धरती पर तेरे समान है कौन। पाप का दाग मिटाने बहाया पावन लहू, पाप के दाग मिटाने बहाया पावन लहू। तेरे जैसा है न कोई जो बलिदान हुआ, तेरे जैसा है न कोई जो बलिदान हुआ। है प्रभु देवताओं में तेरे समान है कौन, स्वर्ग में हो या धरती पर तेरे समान है कौन। है प्रभु देवताओं में तेरे समान है कौन, स्वर्ग में हो या धरती पर तेरे समान है कौन। पाप के दाग मिटाने बहाया पावन लहू, मृत्यु के बंधन खोला, पाताल के फाटक को जीता। तेरे जैसा है न कोई
मृत्युंजय जो हुआ तेरे जैसा न कोई, मृत्युंजय जो हुआ है प्रभु देवताओं में तेरे समान कौन, स्वर्ग में हो या धरती पर तेरे समान कौन है प्रभु देवताओं में तेरे समान कौन, स्वर्ग में हो या धरती पर तेरे समान कौन. മനോഹരം യാഹനിന്റെ ആലയം എന്തൊരാനന്ദം തവ പ്രവരങ്ങളിൽ. മനോഹരം യാഹനിന്റെ ആലയം എന്തൊരാനന്ദം തവ പ്രകരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു ഹല്ലേലൂയ പാടുന്ന. ദൈവമേ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടുന്ന. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തൻ മക്കൾക്കെന്നും പരിചയാൻ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തൻ മക്കൾക്കെന്നും പരിചയാം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം യാഹനിന്റെ ആലയം ഇവർ പക്ഷിക്കും ചെറുകുരുകിലും. ഒരു സങ്കേതം യാഹനിന്റെ ആലയം ഇവർ പക്ഷിക്കും ചെറുകുരുകിലിനോ. രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും നാം. രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും നാം. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തൻ മക്കൾക്കെന്നും പരിചയാൻ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തൻ മക്കൾക്കെന്നും പരിചയാൻ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്കു. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയം. ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയം. ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കരുമരമല്ല മാട്ടും അനുഗ്രഹമായി. കണ്ണുനീരും കരുമരമല്ല മാട്ടും അനുഗ്രഹമായി. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തൻ മക്കൾക്കെന്നും പരിചയാൻ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തൻ മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. താങ്ക് യു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടവന് പാട്ടുകൾ പാടി നമ്മുടെ ആരാധനയ്ക്ക് യോഗ്യനായവനെ നമുക്ക് സ്തുതിപ്പാൻ ഈ പ്രഭാതത്തിൽ ദൈവം കൃപ തന്നല്ലോ. നമ്മുടെ ഹല്ലേലൂയ 2 മക്കളെയും ഹല്ലേലൂയ ജെബിനെയും ജെഫ്രിനെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ഇനിയും അധികമായി ദൈവനാമ മഹത്വം എടുക്കുവാൻ ഹല്ലേലൂയ കർത്താവ് മക്കളെ 2 പേരെയും ദൈവം സഹായിക്കട്ടെ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്തൊരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. നേരോടെ നടക്കുന്നവർക്ക് ഹല്ലേലൂയ. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെ ഹല്ലേലൂയ വിശ്വാസത്തിൽ കടന്നു വന്ന് ഇതുവരെ ഹല്ലേലൂയ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ഹല്ലേലൂയ ഒന്ന് നോക്കുമ്പോൾ ഹല്ലേലൂയ കുറവശങ്ങളുണ്ട് എങ്കിലും നമ്മൾ കർത്താവ് നേരോടെ നടത്തിയോ നടത്തി. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് അത്ഭുതങ്ങൾ തന്നു, വിടുതൽ തന്നു. നമ്മുടെ അകൃത്യങ്ങളൊന്ന് നോക്കിയാൽ ഹല്ലേലൂയ എന്തെല്ലാം കുറവശങ്ങളാ, എന്തെല്ലാം തെറ്റുകൾ നമ്മൾ അകപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവ്
അവൻ നമ്മൾ അധികമായി സ്നേഹിക്കുന്നത് ഓർത്ത് ഹല്ലേലൂയ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് പ്രിയ മക്കളെ, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ല. ഹല്ലേലൂയ. പ്രഭാതത്തിൽ അങ്ങനെ ഒരു പാട്ട് കേട്ട് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ കർത്താവ് കൃപ തന്നല്ലോ. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഹല്ലേലൂയ നമ്മൾ സമയം ചെലവഴിക്കാൻ പോവുകയാണ്. അതിനായിട്ട് സഹോദരി ആൻസി ഹല്ലേലൂയ ജിജിഎസ് ക്ഷണിക്കാണ്. രാജസ്ഥാൻ എന്നുള്ള സഹോദരിയാണ്. കർത്താവ് ധാരാളം പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞ രാത്രികാൽ നമ്മളൊക്കെയും വിശ്രമിച്ചു. ദൈവം സഹായിച്ചതുകൊണ്ട് പ്രഭാതം കാണുവാൻ ദിവസം നമ്മെ വിലപ്പെടുത്തിയല്ലോ. അതിന്റെ വിശ്വാസങ്ങൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. നാം ചില വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ജീവിതത്തിലെ തെറ്റുകളെ കുറ്റങ്ങളെ ദൈവം ക്ഷമിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥന സകല വിഷയ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവം കൃപ ചെയ്യേണ്ടത്. നമ്മുടെ ചുറ്റുപാടുകളെ നോക്കാതെ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെ നോക്കാതെ നമ്മുടെ തെറ്റുകൾ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയ വിടുതൽ തരുവാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ സ്തോത്രം ചെയ്ത് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതിനെല്ലാം ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കേണ്ടതിന് ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്ന ഓരോ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതിനെ ചുമതലവഹിക്കുന്ന ഓരോ പ്രിയപ്പെട്ട ആദ്യമേ ബെൻസൺ ദാനിയേൽ പാസ്റ്ററും കുടുംബത്തെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചവർ ദേവദാസ യാത്രകളായിരിക്കുന്നു. ദൈവസൂക്ഷണം പരിപാലിക്കണം. സൗഖ്യത്തോടെ ബലത്തോടെ ലക്ഷ്യസാന്നിധ്യത്തോളം ദൈവം കരുതുവാൻ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ചെറുതും വലുതുമാകുന്ന ഓരോ സ്ഥാനങ്ങൾ വഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ എല്ലാവരും ദൈവം അനുഗ്രഹിക്കേണ്ടതിന് വിശ്വസ്തയോടെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ ആവശ്യമായ കഴിവും കൃപയും നൽകേണ്ടതിന് ഇനിയും പല സ്ഥലങ്ങളിലും പല ദേശങ്ങളിലും ഈ പ്രാർത്ഥനയുടെ പ്രവർത്തനം അനുഗ്രഹമായി ദൈവം നടത്തുവാൻ വേണ്ടി ഈ വിഷയത്തെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെല്ലൂടെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പകൽവേളയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങളെ കരണ്ട് സുണി പോലെ കാത്തു പരിപാലിച്ച് സൂക്ഷിച്ചു. സുഖകരമായ ഉറക്കത്തെ നാലം നൽകി ഒരു സുപ്രഭാതം കൂടെ കാണുവാനും അങ്ങേന്ന് സ്തുതിപ്പാനും ബോധ്യപ്പെടുത്തുവാനും അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യേകിച്ച് പറയപ്പെട്ടതായ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കർത്താവെ, ഈ പ്രാർത്ഥനാധ്വനിയുടെ തണലിൽ ഞങ്ങൾക്ക് ഇത്രത്തോളം കർത്താവെ ആയിരിക്കാനും പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതലെടുപ്പാനും കർത്താവ് സഹായിച്ചല്ലോ. ഈ സംരംഭത്തെ നീ മാനിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, ഇത്രത്തോളം നീ കൊണ്ടുവന്നെങ്കിൽ തുടർന്നൊന്നും കർത്താവെ അതിലുപരിയായി നടത്തുവാൻ നിനക്ക് കഴിയുമെന്ന് നിങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്ന കർത്താവെ, അനേക ചാപ്റ്ററുകൾ അനേക സ്ഥലങ്ങളിൽ അനേക വിദേശങ്ങൾ രാജ്യങ്ങളിലൊക്കെയും ഇല്ല ഇവിടെ ഇത് ഫയലിയാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് കർത്താവെ എത്തുവാൻ നീ സഹായിക്കുമാറാകണമേ. അനേക ശാഖകളായി ഇത് വർദ്ധിച്ചു വരുവാൻ നീ സഹായിച്ചാട്ട് കർത്താവെ. ഇതുമൂലം കർത്താവെ അനേകം കഷ്ടത അനുഭവിക്കുന്നവർക്ക് വിടുതലിന് കാരണമാക്കി തീർക്കണമേ. ഇതിൽ ഭാരവാഹികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദേവദാസന്മാരെയും നിന്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് പാസ്റ്റർ ബെൻസൺ ഡാലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകൻ കർത്താവെ ദർശനപ്രകാരം ഇത് നടത്തുന്ന കർത്താവെ, ഇതിന് ആരംഭമിട്ടു. നീ ഇത്രത്തോളം ഇതിനെ വളർത്തിയല്ല കർത്താവെ. ഇതിനാൽ കർത്താവെ ഇത് തുടർന്നതായതിനാൽ ഇത് ഇത്രത്തോളം വർദ്ധിപ്പിക്കുവാൻ ഒരു ദാസനെ നീ ശക്തീകരിച്ചു ബലപ്പെടുത്തിയല്ലോ. പല പ്രതികൂല സാഹചര്യങ്ങൾ തന്റെ ദാസന്റെ കുടുംബത്തിൽ വന്നു നേരിട്ടെങ്കിലും ദൈവമേ, ഇതിന്റെ ദാസനെ ധൈര്യപ്പെടുത്തി ഇത്രത്തോളം ഇതിനെ അനുഗ്രഹിപ്പാൻ കർത്താവെ ഇത്രത്തോളം കൊണ്ടുപോകുവാൻ നിന്റെ ദാസനെ നീ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. കുടുംബമായവരെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ കർത്താവെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ. പ്രിയ ദേവദാസെ അനുഗ്രഹിക്കണമേ കർത്താവെ. തൻ്റെ മകൾക്ക് വേണ്ടതായ ആരോഗ്യം ശക്തിയും ബലവും നൽകി അനേകം പേർക്ക് ഇനിയും കർത്താവെ തണലായിരിക്കാൻ ദേവദാസന് കർത്താവെ ബദൽക്കൂട്ടായി തീരുവാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, എൻ്റെ മകൻ ഇപ്പോൾ നാട്ടിലേക്ക് കടന്നു പോയിരിക്കുന്നു. വഴിയാത്രയെല്ലാം നീ സൂക്ഷിക്കണം. തക്ക സമയത്ത് ഭവനത്തിൽ എത്തിച്ചേരുവാൻ കർത്താവെ കടന്നു വന്ന ഉദ്ദേശം സാധിച്ചു കർത്താവെ. സന്തോഷത്തോടെ മടങ്ങിയെത്തും വരെയും നീ തൻ്റെ ദാസനെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. എൻ്റെ മകളും കുഞ്ഞുങ്ങളുമായിരിക്കുന്നിടത്തവരെയും കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിൻ്റെ തണലിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് മക്കളെയും ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ കരത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പുതിയ ചാപ്റ്ററുകൾ ഈ വർഷം കർത്താവ് പല സ്ഥലങ്ങളിലും കർത്താവ് നടക്കുവാൻ
ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ട കൃപയ്ക്കായി സ്തോത്രം. സർവവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ദൈവ പ്രാർത്ഥന കേട്ടിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥിച്ച പ്രിയ ആന്റിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ലോകരാജ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളിൽ സമാധാനം സന്തോഷം ഉണ്ടാകേണ്ടതിന് യുദ്ധങ്ങള് മറ്റു പ്രശ്നങ്ങളൊന്നും ലോകരാജ്യങ്ങൾ കടന്നു വരുവാൻ അനുവദിക്കാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ രാജ്യങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ആയിത്തീരുവാൻ നമ്മുടെ ലോകരാജ്യങ്ങളെ ഓരോ സംസ്ഥാനങ്ങളെ എല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യമന്ത്രിമാരെ ഒക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവജനത്തിന് അനുകൂലമായ ചില മന്ത്രിസ്ഥാനങ്ങളിൽ പ്രിയപ്പെട്ടവർ എഴുന്നേൽക്കപ്പെടുവാൻ, ദൈവജനത്തെ സംരക്ഷിപ്പാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് ഈ വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകരാജ്യ സമാധാനവും സന്തോഷം ഉണ്ടാകേണ്ടതിന് യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാരെ ഈ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച ദൈവാത്മാവ് പ്രേമികൾക്ക് വേഗത്തിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി അടിയങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. രാവിലെ തോറും നിന്റെ രാത്രി തോറും വിശ്വസ്തതയ്ക്കായ സ്തോത്രം കർത്താവ്. ഞങ്ങളുടെ കൂട്ടായ്മ ധാരാളമായി അനുഗ്രഹിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. പലയിടങ്ങളായിരുന്നു അടിയങ്ങളെയും ഒരുമിച്ച് ഈ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. വലിയൊരു വിടുതലുകളെല്ലാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ വന്നെടുക്കുവാൻ തൊക്കെ ദൈവ സഹായിക്കണം. വലിയ ഇടയെന്ന മകളെ ധാരാളമായി അനുഗ്രഹിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ലോകരാഷ്ട്രങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോക സുവിശേഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ പോകുമ്പോൾ എല്ലാം വിട്ടേക്കുമാറി യുദ്ധമാർക്കും ഒരു ഗുണവും ചെയ്യുന്നില്ല കർത്താവ. സമാധാന സ്വസ്ഥ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവട്ടെ കർത്താവപ്പ. പ്രത്യേകിച്ച് ഇന്ത്യമാരായത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നാദങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കുന്ന കർത്താവ്. 28 സ്റ്റേറ്റുകളിലും കർത്താവ് മുഖ്യമന്ത്രിമാരെയും ഗവർണർമാരെയും ഭരണാധികാരികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീതിയോടെ ന്യായത്തോടെ ഭരണം നടത്തുവാൻ തൊക്കെ ദൈവമായ കർത്താവ്. ജനത്തിന് അനുകൂലമായ ദൈവ നിയമങ്ങളൊക്കെ ആയിരിക്കുവാൻ തൊക്കെ ദൈവം സഹായിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രത്യേകിച്ച് ദൈവ സ്തോത്രം. ദൈവനത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്നെല്ലാം ജീവിതങ്ങളെ മന്ത്രിമാരെയൊക്കെ വിടിക്കുമാറൻ. നോർത്തിന്റെ ദുശേഷിവൽക്കരിക്കപ്പെട്ട കർത്താവ് അപ്പ. ദൈവ സ്തോത്രന്റെ കരങ്ങളിലേക്ക് ദൈവ സ്തോത്രം ഏൽപ്പിക്കുന്നവർക്ക് മനസ്സാന്തരം കൊടുക്കണമേ കർത്താവെ. സ്തോത്രം സ്തോത്രം. ദൈവം സത്യദൈവേശ് മാത്രം മനസ്സിലാക്കാൻ തൊക്കെ ദൈവം കൃപയോട് പ്രാർത്ഥിക്കുന്നു. ഒരാത്മാവിന്റെ വില ലോകം മുഴുവന്റെ വിലയേറിയതായിരിക്കും. ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവെ. സ്തോത്രം. ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി എടുക്കുന്നു പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കണമേ കർത്താവെ. സ്തോത്രം. സുവിശേഷീകരണം ദൈവം വർദ്ധിച്ചു വരട്ടെ കർത്താവ്. തടസ്സങ്ങളെ തകർത്തുമാരുമേ. നോർത്തിന്റെ ദുശേഷിവൽക്കരിക്കപ്പെട്ടേക്കാരെല്ലാം വിടിക്കപ്പെട്ട കർത്താവപ്പ. അടുത്തു വരുന്ന ഇലക്ഷൻ എല്ലാം ദൈവത്തിന് അനുകൂലമാക്കി തെരുമാറുന്നത് പ്രാർത്ഥിന്റെ ഭരിക്കുന്ന ജീവിതങ്ങളെ ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ദുഷ്ടശക്തി യേശുനാഥനെ വചനം കേട്ട് മാനസാന്തരപ്പെടുവാൻ സത്യം മനസ്സിലാക്കുവാനെല്ലാം ദൈവം കൃപ മാറുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ ഭരണാധികാരികളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. ദൈവനാഥ നീതിയും ന്യായവും പ്രവർത്തിക്കുവാൻ തൊക്കെ ദൈവം സഹായിക്കുമാറാണ്. ദൈവത്തോട് കാരണം കൂടാതെ എല്ലാവരും കിടക്കുന്നവരെയൊക്കെ പുറത്തുകൊണ്ട് വരുവാൻ തൊക്കത്തില്ല ദൈവമേ. സ്തോത്രം. ഇവിടുന്ന് സഹായിക്കുമാരുടെ ജീവിതങ്ങളോട് ഇടപെടുമാറുന്നു. രാജാവിന്റെ ഹൃദയത്തോടെ നേർത്തോടാണ് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കും. ദൈവത്തിന്റെ വനമായിരിക്കും ഹൃദയങ്ങളോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രതികൂലമായ സാഹചര്യങ്ങളെയൊക്കെ അനുകൂലമാക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം. എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അടിയന്റെ കുറവുള്ളവർക്കാവണം കർത്താവേ. പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ വിടുതലെന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മറുപടി തന്നിരിക്കുക. സ്തോത്രം. എല്ലാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ 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 ആമേൻ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥിച്ച പ്രിയ ആന്റിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏക മനസ്സോടെ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലേക്ക് കടന്ന് പ്രാർത്ഥിക്കാം. ജയിലിൽ കഴിഞ്ഞ ദൈവത്തിന്റെ ദാസിദാസന്മാരെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ തെറ്റുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടല്ല ദൈവവചനവുമായി പല സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ നാമം അറിയിച്ചു എന്ന കാരണത്താൽ ജയിലിൽ അടയ്ക്കപ്പെട്ട അനേക പ്രിയപ്പെട്ടവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും പല പ്രശ്നങ്ങൾ പല ദേശത്തും കടന്നു വരുന്നു. ഈ വിഷയത്തെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കാലാവസ്ഥയൊക്കെയും വളരെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കാലാവസ്ഥ മാറുമ്പോൾ തണുപ്പിന്റെ അവസ്ഥകളൊക്കെയും നോർത്തിന്റെ പ്രദേശങ്ങളായിരിക്കും. ഈ സമയം നമ്മൾക്ക് ഭവനങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് ചൂടിന് വേണ്ടതായ അല്പം പെട്ടതാണെങ്കിൽ ചൂടുവെള്ളം കുടിക്കാനോ മറ്റു കമ്പിളിയോ ഒക്കെ ഉണ്ട്. അലുപരൊന്നും അതൊന്നും ഇല്ലാതെ വളരെ കഷ്ടങ്ങൾ ഭാരലായ പ്രിയപ്പെട്ടവരുണ്ട്. രോഗികളായിരിക്കുന്നവരുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങൾ വാർദ്ധകളായിരിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ജയിലിൽ കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്താൽ ഒരു വിടുതല പ്രിയപ്പെട്ടവർക്കൊക്കെ ദൈവം കൊടുക്കേണ്ടതിന്, അതിനുവേണ്ടി ഉന്നതന്മാരുടെ ദൈവം സംസാരിക്കേണ്ടതിന് ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ദൈവത്തിന്റെ വചനം എത്താത്ത ദേശങ്ങളിലെ ഓരോ ഗാവുകളൊക്കെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടെ ദൈവത്തിന്റെ വചനം എത്തുവാനുള്ള മുഖാന്തരം
മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കണം. വിശ്വസ്തയോടെ ദൈവകൃപയോടെ മാത്രം നിൽപ്പാൻ ദൈവം കൃപ ചെയ്യണം. നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ദൈവത്തെ കണ്ടുമുട്ടി എന്നാൽ പല കാരണങ്ങളാൽ നിയമങ്ങൾ പല ഗ്രാമങ്ങളിലായിരിക്കുമ്പോൾ അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും കൊണ്ട് അവരാരും പിന്മാറി പോകാൻ അനുവദിക്കാതെ ദൈവസ്ഥയിൽ അവർ ഇറങ്ങി തിരിച്ചുവെങ്കിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ ആവശ്യം ദൈവത്തിന്റെ കൃപ നൽകേണ്ടതിന് നോർത്ത് ഇന്ത്യ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പം കേരളത്തിൽ പല പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നാം കേൾക്കുന്നു. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ പറയുന്നു, നോർത്ത് ഇന്ത്യ പൂർണ്ണമായ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങളെ, അവരുടെ തലമുറകളെ, അവരുടെ പ്രിയപ്പെട്ടവർ വർഗീയ ദേശങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു വ്യക്തി പോലും വിശ്വാസം വിട്ട് പുറകോട്ട് പോകാൻ അനുവദിക്കാതെ വിശ്വാസ സമ്പന്നരായി തീരണം. പിന്നെ ദൈവത്തിന്റെ വചനം എത്താത്ത ദേശങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടെയൊക്കെ വിശ്വസ്തയോടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ എഴുന്നേൽക്കുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് ഈ വിഷയങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവാത്മാവ് പ്രേരണ ഒരാൾക്ക് ചുരുക്കം വാക്കുകൾ വേഗത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, പിതാവേ, നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി പറയപ്പെട്ട കർത്താവ് വിഷയങ്ങളെ ഓർത്ത് സ്തോത്രം. കർത്താവെ, നോർത്ത് ഇന്ത്യ കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ തരികയാണപ്പാ. കർത്താവ്, നോർത്ത് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന വർഗീയ ശക്തികൾ കർത്താവ് തന്റെ ജനത്തിനെതിരെ ശക്തിയോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവ്, ഞങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ കർത്താവ് രാജ്യത്തിന് അല്ലെങ്കിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് എഴുന്നേറ്റ കർത്താവ് സകല ശക്തികളെയും അതിന്റെ നിലയിൽ കർത്താവ് ദൂരീകരിച്ച് ദൈവം എഴുന്നേൽപ്പിച്ചത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. കർത്താവ്, എവിടെ കർത്താവ് ദൈവ പ്രവൃത്തിക്ക് തടസ്സമായി ആര് എഴുന്നേറ്റിട്ടുണ്ടോ അവരെ എല്ലാ കർത്താവ് ദൈവമേ ദൈവത്തിന് അതിലെ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ ബൈബിളിൽ പഠിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ കർത്താവെ വർദ്ധിച്ച കർത്താവ് തന്റെ ജനത്തിനെതിരെ, തന്റെ ദാസന്മാർക്കെതിരെ ദൈവമേ കർത്താവെ പുതിയ വ്യവസ്ഥിതി അതിന്റെ ന്യായത്തെ കർത്താവ് അല്ലല്ലിയ അവരുടെ ന്യായമായി മാറ്റിക്കൊണ്ട് കർത്താവ് സ്തോത്രം ദൈവമേ ദൈവികമായ എല്ലാ കർത്താവെ അല്ലല്ലിയ പ്രവർത്തനങ്ങളെ കാറ്റിപ്പറത്തുവാൻ ശ്രമിക്കുന്ന ഒരു ബുക്കിൽ നിന്ന് പേപ്പർ പറിച്ചു കളയുന്ന പോലെ പറിച്ചു കളയാൻ ശ്രമിക്കുന്ന സകല ദുഷ്ട ശക്തിയുടെ മേൽ ഞങ്ങൾ ജയപ്രാപിക്കുന്ന ദൈവമേ ഇന്ത്യ പൂർണ്ണമായി സൂക്ഷിക്കപ്പെടുന്ന കർത്താവെ മുതലേ കർത്താവ് സ്തോത്രം അനേക ഇടങ്ങളിൽ പീഡകൾ വർദ്ധിക്കുന്നു. കർത്താവ്, ജനം പതറിപ്പോകരുത്. അവിടെ ധൈര്യം നിൽപ്പാൻ ദൈവം സഹായിക്കണേ കർത്താവെ. ഞാനും ദേഹത്തെ കൊല്ലുന്നവനെല്ലാം ഭയപ്പെടേണ്ട ദേഹത്തെ ദേഹി ഒരുപോലെ നശിപ്പിക്കാൻ കഴിവുള്ള ദൈവം അത് തിരിച്ചറിയുന്ന കർത്താവ് ജനത്തിനാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അവരുടെ നടുവിൽ ദൈവമേ സ്തോത്രം, ദൈവമേ കർത്താവെ ഹല്ലേലൂയ പിന്മാറി തകർന്നു പോകാനല്ല കർത്താവ്, പിന്നെയോ ദൈവമേ സ്തോത്രം കർത്താവ്. ബൈബിൾ പറയുന്നു, യെരൂശലേം സഭ ചിതറപ്പെട്ടു, പീഡ വന്നപ്പോൾ നല്ല ചിതറിയ കർത്താവ് പോയ ഇടങ്ങളിൽ അവർ സുവിശേഷം അറിയിച്ചു. അനേകം രക്ഷിക്കപ്പെടുന്നിടയെ കർത്താവ്, അനേകം മന്ത്രവാദി കീഴടങ്ങളുടെ എങ്ങനെയെങ്കിൽ ഇവർ അറിയപ്പെട്ട ക്രിസ്തു കർത്താവ് അല്ലെങ്കിൽ അവർ ചിതറിപ്പോയാൽ പോലും ദൈവമേ സ്തോത്രം അടുത്ത ഇടങ്ങളിൽ കർത്താവ് മറ്റൊരാളോട് സുവിശേഷം പങ്കുവെക്കുന്നവരായി തീരുവാൻ ദൈവം അവർക്ക് ശക്തി നൽകണമേ, ബലം നൽകുവാൻ ഇടയാകേണ്ടത് പ്രാർത്ഥന കർത്താവെ. സ്വാഭാവികമായ മാനസികമായ ചില ഭയങ്ങളോ കർത്താവ് പീഡകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലും കർത്താവ് അവരുടെ അകത്ത് അന്തരാത്മാവിന്റെ വിടവിനെ ആര് പിന്മാറിപ്പോകാൻ ഇടയാകരുത്. ആര് ദൈവനാമത്തിന് കർത്താവ് അല്ലല്ലിയ കർത്താവ് അല്ലല്ലിയ പ്രയാസം വരുത്തുവാൻ ഇടയാകുന്ന തരത്തിൽ ആര് പ്രവർത്തിപ്പാൻ ഇടയാ കർത്താവ് അവരറിഞ്ഞ ക്രിസ്തുവിനകത്ത് അവരറിഞ്ഞ സത്യത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ട് കർത്താവെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞ ദൈവം കർത്താവെ ഞങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും കർത്താവ് ദൈവത്തിന് ആരലിയ പ്രകാശിക്കുന്നവരായി തീരുവാൻ അനേകരെ കർത്താവ് നീതിയിലേക്ക് നയിക്കുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ശാന്തല ഗൗഡപരാജകന റീക്കമൗഡബലകരക ശാന്തൽ ഖമനഘടകസിയ ദിവസങ്ങൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യണം. കർത്താവ് ജയിലയക്കുന്ന കർത്താവ് ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവരെ ബലപ്പെടുത്തുന്നു, ശക്തീകരിക്കണം കർത്താവ്. ദൈവമേ കർത്താവ് പൗലോസിനെ ശീലാസിനെ ജയിലിൽ അടയ്ക്കപ്പെട്ടു വചനം പറയുന്നു കർത്താവ്. പിന്നത്തെ കർത്താവ് ജയിലൊരു സഭയായി മാറി അവരാത്മാവിനെ ആരാധിച്ചു കർത്താവ്. അനന്തര ഫലമായി കർത്താവ് അതിന്റെ അടിസ്ഥാനത്തെക്കുറിച്ച് കെട്ടഴിയുന്ന കർത്താവ് വിടുതലായി മാറിയെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാർ ജയിലിൽ കിടക്കുന്ന കർത്താവ് നിരാശ പറയാനല്ല ദൈവമേ കർത്താവ് ദൈവം അവരാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിമ്പിൽ ഒരു വലിയ മർമ്മം വെളിപ്പെടുവാൻ അവിടെ കർത്താവ് ചിലരുടെ സുവിശേഷം പങ്കുവയ്പ്പാൻ കർത്താവ് ദൈവം ഇടയാക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ദാസന്മാരെ ശക്തീകരിക്കണം, ബലപ്പെടുത്തുവാൻ ഇടയാകണമേ. യോസഫ് കർത്താവ് ഹല്ലേലൂയ അവന്റെ ഓരോ പതനങ്ങളിലും ദൈവമേ കർത്താവ് നീണ്ട 13 വർഷം ഓരോരോ പതനങ്ങൾ അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. പക്ഷേ അതെല്ലാം കർത്താവ് അവന്റെ ഓരോ ഹല്ലേലൂയ ഓരോ കർത്താവ് കിരീടമായിരുന്നു. ഓരോ മുത്തും അവന്റെ മേൽ വീഴുകയായിരുന്നു. വചനം പറയുന്നു അവൻ ജയിലിൽ അവസാനം കിടക്കുന്ന സമയത്ത് അവൻ ദർശനം ഹല്ലേലൂയ കാണുന്നവനായിട്ട് മാത്രം ദർശന വ്യാഖ്യാനിയായി മാറി. അവന്റെ കൃപാവരത്തിന് ഗ്രോത്ത് ഉണ്ടാകുവാനിടയായെങ്കിൽ ശാന്തൽ കമൽ ഞങ്ങളുടെ ജയിലിൽ കിടക്കുന്ന കർത്തദാസന്മാർ ദൈവമേ കർത്താവ് അവര് അവരുടെ ശുശ്രൂഷ വർദ്ധിക്കുന്നവരായി തീരട്ടെ. അവർ ദർശനം കാണുന്നവർ മാത്രമല്ല ദർശന വ്യാഖ്യാനികളായി മാറട്ടെ. ദേശത്തെക്കുറിച്ച് രാജ്യങ്ങളെ കുറിച്ച് കർത്താവ് ഇവര് ദൈവമേ കർത്താവ് രാജ്യത്തിന്റെ ദൈവമേ കർത്താവ് ദൂതുകൾ പറയുന്നവരായി തീരട്ടെ കർത്താവ്. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അത്ഭുതം ചെയ്താട്ടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ താവേ. കേരളത്തിലും കർത്താവ് ഓർത്ത് കേരളത്തിലെ പലയിടങ്ങളിലും താവേ എലലിയ ഓ താവ് സ്തോത്രം വർഗീയ ശക്തികൾ തലയെടുത്ത് തുടങ്ങിയ സാഹചര്യങ്ങളുണ്ട്. ദൈവം കർത്താവ് ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ജനം ഒരുക്കപ്പെടുവാൻ മുഖാന്തരമായി തീരുവാൻ ഇടയാകണമേ താവേ. ഇന്ത്യ കർത്താവെ പൂർണ്ണമായി സുരക്ഷിക്കപ്പെടണം കർത്താവെ. ഇന്ത്യയിൽ വലിയ വിടുതൽ ചെയ്യുവാൻ ഇടയാകണം കർത്താവ്. അതിന്റെ തെളിവ് ദിവസങ്ങൾക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓർത്ത് സ്തോത്രം കർത്താവ്. പഞ്ചാബിലേക്ക് വലിയ ആത്മീയ ഉണർവുണ്ടാകുന്നു കർത്താവ്. പീഡ വർദ്ധിക്കുന്നതനുസരിച്ച് ഓരോ ഭാഗങ്ങളിൽ ദൈവം ആത്മാവിൽ കൊതിപ്പോടെ ഏറ്റെടുക്കുമ്പോ ഒരു കൂടെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ്. കേരളത്തിന് വേണ്ടി പ്രാർത്ഥന കർത്താവ്. ദൈവമേ കേരളത്തിന് വലിയ ഉണർവുണ്ടാകട്ടെ കർത്താവ്. കേരളത്തിലെ ഉണർവ് കർത്താവ്. കൺവെൻഷന്റെ സീസൺ കർത്താവ്. അവിടെ എല്ലാം ദൈവസ്ഥാനത്തിൽ കൊണ്ട് നൽകണം കർത്താവ്. മുതൽ രാജ്യങ്ങളുടെ ഉണർവായി മാറട്ടെ, ദേശങ്ങളുടെ ഉണർവായി മാറട്ടെ കർത്താവ്. ഇവിടുന്ന് കത്തി ജ്വലിക്കുന്ന കർത്താവ് അഭിഷേകം ദേശവ്യാപകമായി വെളിപ്പെടട്ടെ കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം അത്ഭുതം ചെയ്യണമേ. ഞങ്ങൾ കർത്താവ് അത് ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡ്രീം കർത്താവ് ഇന്ത്യയുടെ സുവിശേഷീകരണം ദൈവമേ ഞങ്ങൾ അത് കർത്താവ് സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കുന്നപ്പ ദൈവം അത്ഭുതം ചെയ്യും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥിച്ച പ്രതിദാസനോടുള്ള നന്ദി അറിയിക്കുകയാണ്. വീണ്ടും നമുക്ക് നമ്മുടെ തലമുറകളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നവർക്ക് ആവശ്യം അനുഗ്രഹം നന്മള ദൈവം നൽകാൻ പിഞ്ചു കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ യാത്രയിൽ പോകില്ല വരെ ദൈവം കരുതണം. ഈ ദിവസങ്ങളൊക്കെ ബോർഡ് എക്സാമിന്റെ ടൈമുകളൊക്കെ അടുത്ത് വരുന്ന മറ്റേ എക്സാമുകളൊക്കെയും നടന്നു വരുന്ന ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എക്സാം എഴുതാൻ ആവശ്യം ദൈവത്തിന്റെ കൃപ നൽകണം. പഠിച്ചൊന്നും മറന്നു പോകാൻ അനുവദിക്കരുത്. നല്ല രീതിയിൽ പഠിക്കുവാൻ, നല്ല രീതിയിൽ ഗ്രഹിക്കുവാൻ ആവശ്യം ദൈവത്തിന്റെ കൃപ ദൈവം നൽകണം. പ്രാർത്ഥിക്കാം. ഹയർ സ്റ്റഡി ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്ക് ആവശ്യമായ അനുഗ്രഹം നന്മള ദൈവം നൽകേണ്ടതിന് അവരെ ഒക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥന പഠിക്കാൻ അശുബുദ്ധി ഞാൻ കർത്താവ് കൊടുക്കണം. യൗവനക്കാരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ പോക്കിലെ വരൽ ദൈവത്തിന്റെ കൃപ കൂടി ദൈവത്തിന്റെ സന്നിധി ഇടത്തര വലത്തര മാറിപ്പോൻ അനുവദിക്കാതണം. വിശ്വസ്തയോടെ യൗവനക്കാരെ കുഞ്ഞുങ്ങളൊക്കെയും വളർന്നു വരുവാൻ ദൈവം കൃപ ചെയ്യണം. അവർ പഠിക്കുന്നു, നല്ല രീതിയിൽ പഠിക്കാൻ ദൈവം കൃപ ചെയ്യണം. കേരളത്തിലെ വിദേശത്തൊക്കെയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതിനൊക്കെയും വേണ്ടതായ സാമ്പത്തിക വഴികളെല്ലാം ദൈവം ഒരുക്കി കൊടുത്ത് എല്ലാവരും വിശ്വസ്തയോടെ ദൈവങ്ങളുടെ മാത്രം ജീവിപ്പാൻ കർത്താവ് കൃപ ചെയ്യണം. തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെയൊക്കെ പഠനത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ പഠിച്ച് നല്ല നിലയിൽ എത്തുന്നതോടൊപ്പം ദൈവനാമത്തിന്റെ വ്യാപ്തിക്കായി ഇവരൊക്കെയും പ്രയോജനപ്പെടണം. പല നിയമങ്ങളിലും ദൈവജനത്തിനെതിരെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ദൈവനാമത്തിന് നിൽപ്പാൻ അനേക കുഞ്ഞുങ്ങൾ പഠിച്ച് ഉന്നത നിലകളിൽ എത്തിച്ചേർന്ന് ദൈവനാമത്തെ ഉയർത്തുന്നതിന് കാരണമായി തീരാൻ ദൈവം സഹായിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രായ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥന അവർക്കൊക്കെയും തക്കതായ തുണകളെ വഴികളെ ദൈവം ഒരുക്കണം. ദൈവത്താൽ അനുഗ്രഹിയുടെ വഴികൾ ഒരുക്കപ്പെടുവാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥന. അതുപോലെ തന്നെ ദൈവത്തെ പൂർണ്ണമായി പിൻപറ്റുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ, ദൈവത്തിന്റെ വചനം വായിക്കുവാൻ, ദൈവത്തിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവാത്മാവിനാൽ നിറയപ്പെട്ട കുഞ്ഞുങ്ങളായി, അതുപോലെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവസ്ഥന് വിശ്വസ്തരായി തീരുവാൻ നമ്മുടെ തലമുറകളെല്ലാം നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വക്രതും കോട്ടയുള്ള തലമുറ മധ്യത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും പാർക്കുന്നത്. വിശ്വസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം നൽകുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച വേഗത്തിൽ ഒരാൾക്ക് ചുരുക്കം വാചകളിൽ പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പേര് പറയപ്പെട്ടതായ വിഷയങ്ങളെല്ലാം അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന കുഞ്ഞുങ്ങളെ വരെയും അവിടുന്ന് അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധി ജ്ഞാനം നൽകണേ. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാവുന്നല്ലോ. അവയെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ടെന്നുള്ള വചനപ്രകാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ നല്ല ബുദ്ധി ജ്ഞാനം അറിവും നൽകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പരീക്ഷയുടെ ആരംഭമാണല്ലോ. അവർ പഠിച്ചതായ വിഷയങ്ങൾ ദൈവമേ പരീക്ഷ എഴുതുവാനുള്ള കഴിവും പ്രാപ്തിയും നൽകണം. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ കർത്താവേ. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മുതിർന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രായമായിരിക്കുന്ന പെൺകുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവർക്ക് തക്കതായ തുണകളെ അവിടുന്ന് ഒരുക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒന്നും ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് വിരഞ്ഞാടാതെ ദൈവഹിത പ്രകാരം ദൈവാലയം പ്രകാരം ജീവിപ്പാനുള്ള കൃപ നൽകണമേ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയും പഠിക്കാൻ ബുദ്ധി ജ്ഞാനം അറിവും നൽകണേ കർത്താവേ. വിദേശ രാജ്യത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവർക്ക് നല്ല അഡ്മിഷൻ ലഭിപ്പാൻ, നല്ല ജോലി ലഭിപ്പാൻ ഒക്കെയുള്ള കൃപ അവിടുന്ന് നൽകണമേ. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണേ. ഓരോ കുഞ്ഞുങ്ങളെയും ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കണേ. ലോണും മറ്റും എടുത്ത് കർത്താവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അത് കടമിടുവാനുള്ള വഴിയും വാതിലും തുറന്ന്
സഹായിക്കണേ. അപ്പച്ചൻ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടുകൾ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയ മാതാവിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കുണ്ടോ? വേഗത്തിൽ പറയാമേ. ഇന്നലെ ഇന്നലെ 13 സോറി, ഒന്നുകൂടി പറയാമോ? കേൾക്കുന്നില്ല. 30 മാർക്ക്. ഈ 2 കുഞ്ഞുങ്ങൾക്ക് 29 മാർക്കും ബാക്കി എല്ലാവർക്കും 30 മാർക്കും കിട്ടി. എന്റെ മോക്ക് 30 മാർക്കുണ്ട്. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയിപ്പിക്കുന്നു. ഓക്കെ, വേറെ ആർക്കെങ്കിലും? മോന് വൈവയാണ്. 12th ബോർഡ് എക്സാമിന്റെ വൈവ നടക്കുന്നു. ആവശ്യത്തോർത്ത് പ്രാർത്ഥിക്കും. സിസ്റ്റർ, ഞാനൊരു വിഷയം പറയട്ടെ. എൻ്റെ ആങ്ങളയുടെ മോനെ അവന് നന്നായിട്ട് സ്കോളർഷിപ്പ് മേടിച്ച് പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്നൊരു വയറുവേദന വന്നിട്ട് ഇപ്പോൾ കുഞ്ഞിന് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകുന്നില്ല, മോഡൽ എക്സാം എഴുതിയിട്ടില്ല. അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൻ്റെ സിലബസ് പഠിച്ച് ഈ പരീക്ഷ എഴുതാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുടെ എക്സാം എഴുതി അത്ര മിടുക്കനായിട്ട് പഠിച്ചൊരു മോന്. അവൻ്റെ പേര് ജോയൽ റോയി എന്നാണ്. ഒറ്റ ഒരു മോനെ ആണും പെണ്ണുമായിട്ടുള്ളൂ. ജനിച്ചപ്പോൾ തന്നെ 3-4 ശസ്ത്രക്രിയ കഴിഞ്ഞൊരു കുഞ്ഞ്. അവനെ ഓർത്ത് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. തെരുവിലൊക്കെ നിന്നുകൊണ്ട് ശക്തമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു മോനെ, 15 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ചോദിക്കുന്നു. അവനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവൻ്റെ വയറുവേദന മാറി ഈ ദിവസങ്ങളിൽ സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകാൻ ആഗ്രഹമില്ല, സ്കൂളിൽ ചെന്നാൽ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര പ്രയാസത്തിൽ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയുന്നില്ല. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മോൻ മനു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഷാർജയുടെ പ്രദേശത്തായിരിക്കുന്നു. അവന് മാനസികമായി, ശാരീരികമായി, ആത്മീയമായി അവനെ അനുഗ്രഹിക്കുവാനും ജോലി മേഖല ദൈവസ്ഥാനത്തും കൊണ്ടിരിക്കാനും നല്ല ഭാവിയൊക്കെ ഉണ്ടാകുവാനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഷൈനി വൈദ്യു കട്ടപ്പന എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മഞ്ഞപ്പിത്തത്താൻ ഭാരപ്പെടുന്നെന്ന് പറഞ്ഞു മെസ്സേജ് ഇട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളും ദാസന്മാരും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. യാതൊരു കുഴപ്പമില്ലെന്ന് കേൾക്കാൻ തക്കണം ദൈവത്തിന്റെ ആത്മാവിടെ ആക്കണം. പ്രാർത്ഥിച്ച് സഹായിച്ച എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. കൂടാതെ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിൻ്റെ ഉറപ്പാണ്. വരുന്ന 25-ാം തീയതി ഞായറാഴ്ച. അതിന് ദൈവം എന്നെ ഉപയോഗിക്കേണ്ടതിന് യാതൊരു ശാരീരിക അസ്വസ്ഥതകളും ഇനി ഉണ്ടാകാതെ ദൈവം പരിപാലിക്കേണ്ടതിനും പ്രിയപ്പെട്ട ദൈവമക്കളും ദൈവദാസന്മാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഷുഗർ കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുകയാണ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് ഡോക്ടറെ അടുത്ത് കടന്നു പോകുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ ആൻറ്റി, ഇനി ആർക്കെങ്കിലും? ഓക്കെ, വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ദൈവം ഇത്രത്തോളം നന്മകളെ അനുഗ്രഹങ്ങളെ തന്നല്ലോ. ആദ്യമായി നമുക്ക് ദൈവസന്നിധി ചില വാക്കുകൾക്ക് നന്ദി പറയാം. പ്രിയ റൂബി ആൻറ്റി പറയുവാനിടയായല്ലോ, താൻ ഭാരപ്പെട്ട വിഷയങ്ങളിൽ ദൈവജനം ഒന്നായി പ്രാർത്ഥിച്ച വിഷയത്തിനും അത് ദൈവം പ്രവർത്തിച്ചു എന്ന് കേൾപ്പാനിടയായി. അതിന് ദൈവസന്നിധിയിലേക്ക് നമുക്ക് നന്ദി പറയാം. പ്രിയ ഷൈനി ബിജു സിസ്റ്റർ കഴിഞ്ഞ ദിവസം രോഗിയായി ഭാരപ്പെട്ട് ദൈവജനം പ്രാർത്ഥിച്ചു. വളരെ ക്ഷീണങ്ങളിൽ ദൈവം വിടുതൽ കൊടുത്തെന്ന് കേൾപ്പാനിടയായി. അതിനായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് പല നന്മകളും പല അനുഗ്രഹങ്ങൾ ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും നാം ദൈവത്തിൽ നന്ദിയില്ലാത്തവരായിരിക്കും. പലപ്പോഴും നമുക്ക് ലഭിക്കാത്തതിനെ ഓർത്ത് നാം പലപ്പോഴും ദുഃഖിക്കുന്നവരാണ്. എന്നാൽ ഇതുവരെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിൽ നന്ദി പറയാം. വീണ്ടും നമുക്ക് ചില വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ സുനി എന്ന് പറയുന്ന ദേവദാസി പറയപ്പെട്ട വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വൈവാമിന്റെ എക്സാമിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് നല്ല രീതിയിൽ എഴുതുവാൻ ആവശ്യമാകുന്ന ദൈവത്തിന്റെ കൃപ ദൈവം നൽകേണ്ടതിന്, നല്ല രീതിയിൽ എല്ലായിടത്തും പ്രസന്റ് ചെയ്യാൻ ദൈവം കൃപ കൊടുക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ജൈനായിട്ട് പറയപ്പെട്ട വിഷയത്തെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോയൽ റോയി എന്ന് പറയുന്ന ആ കുഞ്ഞിനെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വരുന്ന ദിവസങ്ങളിൽ എക്സാം എഴുതേണ്ട കുഞ്ഞാണ്. ദൈവത്തിന്റെ കൃപ ശക്തി ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടാകുവാൻ, ശരീരത്തിലെ ഓരോ അവയവങ്ങളും ദൈവത്തിന്റെ
ശക്തി വ്യാപരിപ്പാൻ, പൂർണ്ണമായ ബലം, പൂർണ്ണമായ ആരോഗ്യം കുഞ്ഞിനുണ്ടാകുവാൻ, വയറുവേദന പൂർണ്ണമായി മാറുവാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അനു എന്ന് പറഞ്ഞ ദേവദാസി പറയപ്പെട്ട വിഷയങ്ങളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മനു തോമസിനായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞിന് കർത്താവ് പോകുവാൻ, അവിടെ ജോബിനോടുള്ള ബദലായിരിക്കാൻ എല്ലാം ദൈവം കൃപ ചെയ്തു. വീണ്ടും ജോലിയിൽ അനുഗ്രഹം നടത്തുവാൻ ദൈവം കൃപ ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഷൈനി ബിജു എന്ന് പറയുന്ന ദേവദാസി ഒരിക്കൽ കൂടെ നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ കാലം ഹോസ്പിറ്റലിൽ കടന്നു പോയി ചെക്ക് ചെയ്യുമ്പോൾ വളരെ ആശ്വാസം വിടുതലുണ്ടെന്ന് ദൈവം കേൾക്കുവാൻ ദൈവം കൃപ ചെയ്യണം പ്രാർത്ഥന. അതുപോലെ ആ പ്രിയ പൈതലിന്റെ എൻഗേജ്മെന്റ് വരുന്ന ദിവസങ്ങളിൽ നടക്കുന്നല്ലോ, അതിനെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു എൻഗേജ്മെന്റ് നടക്കുമ്പോൾ അതിലെ പല കാര്യങ്ങൾ ചെയ്യേണ്ടത് ദൈവദാസി തനിയെന്ന് പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിനാവശ്യമാണ് കഴിവും കൃപയും ദൈവം നൽകേണ്ടതിന് ഒരു ബുദ്ധിമുട്ടുകൾ കടന്നു വരാൻ എല്ലാ കാര്യവും നന്നായി ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യണം നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ സാരി ആന്റി പറയപ്പെട്ട വിഷയത്തെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കാലം താൻ ഹോസ്പിറ്റലിൽ കടന്നു പോകുമ്പോൾ ഷുഗർ ചെക്കുമ്പോൾ ഏറ്റവും നോർമലായ റിസൾട്ട് ലഭിക്കപ്പെടുവാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തിന്റെ ദാസിയാസന്മാർ അങ്ങയുടെ നാമത്തോളം മുതൽ അങ്ങ് വേലിയോളം മുതൽ പല സ്ഥാനത്ത് പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും പല വിഷയങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. എന്നാൽ എല്ലാവരും അത് പൂർണ്ണമായി പറയുന്നില്ല. എല്ലാവരും വിഷയങ്ങൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഗ്രൂപ്പിൽ കയറി അല്പസമയം പ്രാർത്ഥനയ്ക്കായി ചിലവിട്ടതുകൊണ്ട് ഞങ്ങൾ ഇതിൽ അനുഗ്രഹമായെന്ന് പറയുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് എല്ലാ സഹോദരി സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ യാത്ര ദേവദാസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദേവദാസിന്റെ പിതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി സൗഖ്യം ബലം നൽകേണ്ടതിന് ഈ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയനായ നല്ല കർത്താവേ, നല്ല സമയത്തിനായ നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് കഴിഞ്ഞ രാത്രികാലം ഞങ്ങൾ വിശ്രമിച്ചു. ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ചു സൂക്ഷിച്ചു. ദൈവ കൃപയാൽ കർത്താവ് പ്രഭാതത്തിൽ ഒരു സ്തുതിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തി. അവിടുത്തെ വിശ്വസ്തകൾക്കായി സ്തോത്രം. മഴവന്നിൽ കാണുന്ന പോലെ ഹോവെ ഞങ്ങൾ കിടന്നുറേ ഹോവ താങ്ങിൽ ഉണർന്നവർ പറയുവാൻ തക്കോണം ഞങ്ങളെ യോഗ്യരേഖനായി സ്തോത്രം. ആരോഗ്യം ബലവും ദൈവം രാവിലെ കാലം തന്നതിനായി നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു. സ്തോത്രം. വീണ്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങൾ ചേർത്ത പ്രിയ റൂബിയാന്റെ വിഷയങ്ങൾ ദൈവത്തോളം പ്രവർത്തിച്ചല്ലോ. ഇതിന്റെ കൃപ കൂടുന്നല്ലോ. അവിടുത്തെ വിശ്വസ്തകൾക്കായി നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇത്രത്തോളം നടത്തിയ കർത്താവേ, വീണ്ടും നടത്തിയും പരിപാലിക്കുകയും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സുനിയാന്റി പറയപ്പെട്ട വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന്റെ വൈവാമിന്റെ എക്സാമിന്റെ കാര്യങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കൂടിയിരിക്കണമേ കർത്താവേ. നല്ല എക്സാമിന് ആവശ്യം കഴിവും കൃപയും നൽകുവാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥന. അത്ഭുതങ്ങളെ ദൈവം ചെയ്യുകയും മാനിക്കുകയും ചെയ്യുമാറാണമേ. ജൈനിയാന്റി പറയപ്പെട്ട വിഷയങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ജോയൽ റോയ് എന്ന് പറയുന്ന കുഞ്ഞിനെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിനോട് പിതാവേ അങ്ങ് മനസ്സിൽ തോന്നണ ശരീരത്തെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആന്തരിക അവയവങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഈ സമയം കർത്താവ് ഒന്ന് ചേർന്ന് കർത്താവ് ദൈവത്തിന്റെ ദാസിയാസന്മാരായി ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയുടെ സന്നിൽ പ്രാർത്ഥിക്കുള്ള കുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുവാൻ, കുഞ്ഞിന്റെ ശരീരത്തിന്റെ രോഗങ്ങൾ, ക്ഷീണ, വയറുവേദന എല്ലാം പൂർണ്ണമായി മാറി ആരോഗ്യത്തിന്റെ ബലത്തോടെ ഈ ദിവസങ്ങളായി തീരുവാടിയാക്കി സഹായിക്കാൻ ചെയ്യണമേ. വരുന്ന ദിവസങ്ങളിൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ട പൈതലാണ് കർത്താവേ. കുഞ്ഞിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥന. എല്ലാവിധ അനുഗ്രഹങ്ങളാലും നന്മകളാലും കുഞ്ഞിനെ നിറയ്ക്കണം. പഠിക്കാൻ ആവശ്യം ബുദ്ധി ഞാൻ കർത്താവ് കൊടുക്കണം. വീണ്ടും ശക്തമായി അങ്ങയുടെ നാമത്തിന് വേണ്ടി നിങ്ങളുടെ വേലയിൽ കൂടെ നിൽപ്പാൻ അതിനെ ഉപയോഗിച്ചെടുക്കുവാൻ എൻ്റെ ഇതിന്റെ കരങ്ങളിലേക്ക് ദൈവം പ്രവർത്തി വിധങ്ങൾക്കായി സ്തോത്രം. അനു ദേവദാസി പറയപ്പെട്ട വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ അനു താമസനായ ഇതിന്റെ യാത്രകളിലെല്ലാം ദൈവം കൂടിയിരുന്നു. ദേശത്ത് കടന്നു ജോലിയാക്കുകയാകുവാൻ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. അവിടെ ആരും ദൈവം സൂക്ഷിക്കണം, പരിപാലിക്കണം. കരുതലോടെ ദൈവം കരുതുക, പരിപാലിപ്പാൻ, സൂക്ഷിപ്പാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഷൈനി ബിജു എന്ന ദേവദാസിക്കായി സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളൊക്കെ വളരെ രോഗത്താൽ ക്ഷീണത്താൽ ദേവദാസിയായിരുന്നു. ദേവദാസി ദൈവം ഓർത്ത് പരിപാലിത്തോളം സൗഖ്യം ബലവും കർത്ത കൊടുത്തല്ലോ. അവിടുത്തെ വിശ്വസ്തകൾക്കായി നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു. സ്തോത്രിക്കുന്നു. പൂർണ്ണമായ ബലവും സൗഖ്യവും ആരോഗ്യവും നൽകണ അസ്ഥികളെ, ഞരമ്പുകളെ, ശരീരത്തെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ എല്ലാ ക്ഷീണങ്ങളും തളർച്ചകളും ശരീരത്തെ പൂർണ്ണമായി മാറും ദൈവം കൃപ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യണമേ. അത് മാത്രമല്ല കുഞ്ഞിന്റെ കർത്താവ് എൻഗേജ്മെന്റ് വരുന്ന ദിവസങ്ങൾ നടക്കുന്നല്ലോ, അതിനെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് നിന്ന് ചെയ്യുവാൻ ആവശ്യമെന്ന കഴിവും കൃപയും ദേവദാസിക്ക് ദൈവമേ അങ്ങ് നൽകുകയും പരിപാലിക്കുകയും എന്റെ ചേർന്നും പോലെ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാഗതാവുന്ന കർത്താവ് കുഞ്ഞിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധത്തിലും കർത്താവെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാണ്. അത്ഭുത വിഷയമായി തന്നെ അവരായി തീരുവാൻ ദൈവം കൃപ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യണമേ. സാലിയാന്റെ പറയപ്പെട്ട വിഷയത്തെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാല ഹോസ്പിറ്റലിൽ കടന്നുപോയി ചെക്ക് ചെയ്യുമ്പോൾ കർത്താവേ സ്തോത്ര ഷുഗറേറ്റ് നോർമലായി തീർന്ന് കേൾക്കുവാൻ സ്തുതിക്കാനും ബോധപ്പെടുത്തുവാനോ ദൈവം കൃപ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിലായ വാസനായ യാത്രയിലായിരിക്കുന്നല്ലോ.
ദൈവമേ കരുതയും പരിപാലിക്കുകയും ഞാൻ ആവശ്യം എനിക്കുള്ള നന്മ നൽകണം. സൗഖ്യത്തോടെ ഭവനിലെത്തുവോളം ദൈവം സൂക്ഷിപ്പാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രവിതാവിന്റെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥി പൂർണ്ണമായ സൗഖ്യവും ബലവും നൽകണമേ. പൂർണ്ണ വിടുതലോടെ വരുന്ന ദിവസങ്ങളായി തീരുവാൻ ദൈവം കൃപ ചെയ്ത് സഹായിക്കുകയും ചെയ്യണമേ. അപ്പൊ ഈ പ്രാർത്ഥനത്തിന്റെ കർത്ത ഈ പ്രേയറിൽ കർത്ത ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ ദൈവമക്കളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം പിതാവേ രാവിലെ കാലം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ഓരോരുത്തർക്കും വേണ്ടത് അനുഗ്രഹമുള്ള നന്മകളെ ദൈവം കൊടുക്കണേ. ശാരീരികവും മാനസികവും എല്ലാവരും ബലത്തോടെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആയി തീരുവാടിയാകണമേ. ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന വേദനപ്പെടുന്ന എല്ലാ വിഷയങ്ങളെയും പിതാവെ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവ സൗഖ്യദായകനെ ബലദായകനെ കൂടിയിരിക്കുമാറാണമേ. അനർത്ഥമൊന്നും കടന്നു വരുവാൻ അനുവദിക്കാതെ സൂക്ഷിക്കാൻ പരിപാലിക്കുകയും ചെയ്യണമേ. പലപ്പോഴും ജോയിൻ ചെയ്ത് പ്രിയപ്പെട്ടവരുണ്ട്, ജോയിൻ ചെയ്യാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. കർത്താവേ വർഷിപ്പിൽ എഴുതിയ പ്രിയപ്പെട്ട പ്രാർത്ഥനയിൽ എഴുതിയ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. സ്തോത്രം സ്തോത്രം. ദൈവജന സൂക്ഷിച്ച് പ്രിയപ്പെട്ട എല്ലാവരെയും ഒരുപോലെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം കൃപ ചെയ്ത് സഹായിക്കുകയും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ദിവസത്തിൽ കടന്നൊരു പ്രാർത്ഥന ഞങ്ങളെ ബലപ്പെടുത്തിനായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥന സകല വിഷയങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ വിടുതൽ തരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വരും ദിവസങ്ങളിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ മറുപടി ദിവസത്തിൽ കടന്ന് നന്ദി പറയുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം, സഹായിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ മഹത്തുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. ഇത്രത്തോളം പല വിഷയങ്ങൾക്ക് സമയം വിഷയങ്ങൾ പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തിയല്ലോ. ജനവിശ്വാസികൾക്കായ ദിവസത്തിൽ നന്ദി പറയും. പ്രാർത്ഥിക്കുന്ന അവസരം ഒരുക്കുന്ന നന്ദി പറയുന്നു. അതുപോലെ എല്ലാവരോടും നന്ദി പറയുന്നു. ഞങ്ങളിപ്പോൾ രാജസ്ഥാനിൽ കർത്താവിന് വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥന അപേക്ഷിച്ചുള്ളൂ. ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം ചെയ്യാം. ഈ പകൽക്കാലത്തിനായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹാലലൂയ. ഓ രാജാതിരാജാവിന് മഹത്വം കൊടുത്താട്ടെ. ഹാലലൂയ. മധ്യസ്ഥ പ്രാർത്ഥന ഹാലലൂയ. ദേവദാസിയ ദേവരങ്ങൾ സമർപ്പിക്കുന്നു അധികമായി. ഹാലലൂയ. കർത്താവരുടെ വേലകളിൽ ഹാലലൂയ അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കട്ടെ. ഹാലലൂയ. പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞവരുടെ എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവ് ശ്രദ്ധ വെച്ച് മറുപടി നൽകുന്നതിനായി ഹാലലൂയ നമുക്ക് ഇന്ന് പകൽക്കാലം നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നാം ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ കൃപയിലാണ്. ഹാലലൂയ. നാം എവിടെ ആയിരുന്നാലും നമ്മുടെ ഉദ്ദേശം നമ്മുടെ കർത്താവിനെ സ്തുതിക്കുക, കർത്താവിന് ആരാധനയ്ക്ക് യോഗ്യനായവനെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഹാലലൂയ. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത് ജീവൻ ഹല്ലേലൂയ സമൃദ്ധിയായി ജീവൻ നൽകുന്നതാണ് നമ്മുടെ കർത്താവ്. ഹാലലൂയ. ജീവൻ ജ്വലിക്കുന്ന ഹാലലൂയ ജീവൻ ഹാലലൂയ. നാം മുമ്പേ ഇരുട്ടായിരുന്നു. ഹാലലൂയ. നമ്മളിൽ അന്ധകാരമായിരുന്നു. നമ്മൾ ഈ രക്ഷയിലേക്ക് കടന്നു വന്നപ്പോഴാണ് വെളിച്ചമായി തീർന്നത്. ആ വെളിച്ചത്തിൽ നടക്കുമ്പോൾ ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ ഒരു കാര്യത്തിലും ഇടപെടാതെ ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിപ്പാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹാലലൂയ. നമുക്ക് ഇന്ന് പകൽക്കാലം ചില വാക്യങ്ങൾ ചില ദൈവവചനങ്ങൾ ചിന്തിക്കാം. ഹാലലൂയ. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത് ഹാലലൂയ നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ ഹാലലൂയ 4-ാമത്തെ വാക്യം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഹാലലൂയ. ഇന്ന് പകൽക്കാലം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഹാലലൂയ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇന്ന് പകൽക്കാലം സുപരിചിതമായ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഹാലലൂയ. കരുണാസ്മരനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ വായിച്ച വേദവാക്യത്തെ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവനാമ മഹത്വം എടുക്കണം. അത് ഞങ്ങളുടെ നിത്യരാജ്യത്തിന് അവകാശത്തിലേക്ക് കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങൾ ഒരുക്കണം. അതിനായി കേൾക്കുന്ന എല്ലാവരെയും കാര്യങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നാം വായിച്ചതുപോലെ ഹല്ലേലൂയ സകലവും അവൻ മുഖാന്തരം ഉളവായി. ഹല്ലേലൂയ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളിനോ
അതിനെ പിടിച്ചടക്കുകയില്ല. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവങ്ങളൊന്ന് സന്തോഷത്തോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മളിലുള്ള ഇരുളുകൾ മാറുവാൻ, ഹല്ലേലൂയ, നമ്മളിലുള്ള അന്ധകാരങ്ങൾ മാറുവാൻ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം സ്നാനപ്പെടുന്നതിന് മുമ്പ്, രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഹല്ലേലൂയ ഇരുളിലായിരുന്നു. ഹല്ലേലൂയ. ഈ സത്യ വെളിച്ചത്തെ അറിഞ്ഞു. ഈ സത്യത്തെ അറിഞ്ഞതുകൊണ്ട് അന്നു മുതൽ ഇന്നു വരെ, ഹല്ലേലൂയ, നിമിഷം വരെ കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കിന്ന് പകൽക്കാലം ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജീവനുള്ളവനാ. ഹല്ലേലൂയ. ജീവനാണ്. ഹല്ലേലൂയ. നമ്മൾ അതേപോലെ തന്നെ ആകണം. ഹല്ലേലൂയ. എല്ലാ ചത്ത സ്വഭാവങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, നമ്മളിലുള്ള എല്ലാ അന്ധകാരങ്ങൾ മാറട്ടെ. എന്റെയും നിങ്ങളുടെയുള്ളതായ അന്ധകാരത്തിന്റെ, ഹല്ലേലൂയ, ചിന്തകൾ മാറട്ടെ. ഹല്ലേലൂയ. ഇരുളിന്റെ എല്ലാ പ്രവൃത്തികളും ഇന്ന് പ്ലാറ്റ്ഫോമിലായിരിക്കുന്നവർ, വിശുദ്ധ ജനമേ, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നവരെ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. നമ്മളിലുള്ള എല്ലാ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പോകട്ടെ. നമ്മുടെ കർത്താവ് ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചെടുക്കുകയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവന്റെ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറവാൻ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടതിനത്രേ. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞത്. എത്രയോ, ഹല്ലേലൂയ, നമ്മളെ വെളിച്ചമായി തീരുവാൻ, ഹല്ലേലൂയ, നമുക്ക് കർത്താവ് നൽകിയ ജീവനാണ്. ഹല്ലേലൂയ. അവന് ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ആലോചിച്ചേ, നമ്മുടെ നടപ്പും കിടപ്പും നന്നായി കഴിഞ്ഞ, ഹല്ലേലൂയ, 2 ആഴ്ചകൾക്ക് നമ്മൾ ചിന്തിച്ചതുപോലെ, ഹല്ലേലൂയ, നമ്മുടെ നടപ്പും കിടപ്പും എല്ലാം വ്യക്തമായി അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ നിരൂപണങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും എല്ലാം അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സകലത്തിനും നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളെ വ്യക്തമായി അറിഞ്ഞ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ, ഹല്ലേലൂയ, മനുഷ്യരുടെ, ഹല്ലേലൂയ, വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. ആ വെളിച്ചത്തിൽ ഞാൻ നടക്കുമ്പോൾ ഒരു അന്ധകാരത്തിനോ ഒരു ഇരുട്ടിനോ ഒരു രോഗത്തിനോ, ഹല്ലേലൂയ, ഒരു നമ്മളെ കുറിച്ച് ദൂഷണം പറയുന്നവരോ ഒരുത്തരുടെയും വലയിൽ അകപ്പെടാതെ വേണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. ഹല്ലേലൂയ. ഒരു രോഗത്തിനോ, ഹല്ലേലൂയ, രോഗികളായിരിക്കുന്ന, ഹല്ലേലൂയ, പ്രാർത്ഥനാ വിഷയം പറഞ്ഞ എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആ വെളിച്ചം നിങ്ങളുടെ ശരീരത്തിൽ വരട്ടെ. ഹല്ലേലൂയ. ആ വെളിച്ചം ഇന്ന് പകൽക്കാലം ശരീരത്തിലേക്ക് പ്രവേശിക്കട്ടെ. ആ വെളിച്ചം ഇന്ന് രോഗികൾ സൗഖ്യമാക്കുന്ന ഒരു ദിനമായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രോഗികൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. വെളിച്ചത്തിന്, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ വെളിച്ചത്തിലേക്ക് നടക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വാതിലാവുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുന്നു. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാവാനും സമൃദ്ധി ഉണ്ടാവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് സമൃദ്ധിയായി ജീവൻ നൽകുവാനായിട്ടാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ സ്വരൂപിക്കുന്നതൊന്നും സ്വരൂപമല്ല. ഹല്ലേലൂയ. അതെല്ലാം കള്ളന്മാരും, ഹല്ലേലൂയ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഹല്ലേലൂയ. അവർക്ക്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് വന്നിരിക്കുന്നത് നമുക്ക് സമൃദ്ധിയായ ജീവൻ നൽകുവാനായിട്ടാണ്. ഹല്ലേലൂയ. സമൃദ്ധിയായിട്ട്, ഹല്ലേലൂയ, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ജീവൻ, ഹല്ലേലൂയ, നമുക്ക്, ഹല്ലേലൂയ, സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാവുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. നമുക്ക് വേണ്ടി ജീവൻ, ഹല്ലേലൂയ, ഗാൽഗുത്തായുടെ മുകളിൽ യാഗമായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ കുറവുകൾക്ക് വേണ്ടി, ഹല്ലേലൂയ, നമ്മുടെ, ഹല്ലേലൂയ, പാപങ്ങൾ നിമിത്തം, ഹല്ലേലൂയ, കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ തന്നു. ആ ജീവനുള്ള ദൈവം, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലവും ജീവിക്കുന്നു എന്നുള്ള ഓർത്ത് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, സമൃദ്ധിയായ ജീവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിൽ നമ്മൾ ആരാധിക്കുമ്പോൾ, ഹല്ലേലൂയ, നേരോട് എന്ന് പാടിയതുപോലെ നേരോട്
നീതിയോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും കർത്താവ് മുടക്കയില്ല. ഹല്ലേലൂയ. നീതിയോടെ നടക്കുവാൻ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നീതിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നീതിയോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും അവൻ ഇന്ന് പകൽക്കാലം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മുടക്കയില്ല. വിഷമങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, എന്നാലും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നിങ്ങളെ നമ്മളായിരിക്കുന്നിടത്ത് ഏത് ഹല്ലേലൂയ ദേശത്തായിരുന്നാലും കർത്താവ് നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ നാം ചിന്തിക്കുന്നു, ഹല്ലേലൂയ, യോഹന്നാൻ 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഊവേ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു തന്നെ നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. യേശുവോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, മരിച്ചവർക്ക് ജീവൻ നൽകുന്നവൻ. ഹല്ലേലൂയ. യേശു പുനരുദ്ധാനവും ജീവനുമാകും. ഇതിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർക്കായി, ഹല്ലേലൂയ, ഇന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ സ്തോത്രം. യേശുവോട്, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക്, ഹല്ലേലൂയ, കർത്താവിൽ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രോഗികൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. രോഗങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. യേശുവോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം ദൈവമക്കളെ നാം ചിന്തിച്ചു. ഹല്ലേലൂയ. സമൃദ്ധിയായി ജീവൻ നൽകുന്ന, ഹല്ലേലൂയ, മരിച്ചവർക്ക് ജീവൻ നൽകുന്ന, ഹല്ലേലൂയ, ഞാൻ തന്നെ വഴിയും സത്യവും എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. യോഹന്നാൻ 14:6 ഹല്ലേലൂയ പറയാണ്. ഹല്ലേലൂയ. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ സുപരിചിതമായ ഒരു വേദവാക്യമാണ്. ഹല്ലേലൂയ. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും. ആ വഴിയിൽ നടക്കുമ്പോൾ നമുക്കൊരു ഇടർച്ച ഉണ്ടാകില്ല. ആ വഴിയിൽ നടക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു കല്ലിന്മേൽ തട്ടാതെ കർത്താവ് നമ്മളെ പരിപാലിക്കും. ഹല്ലേലൂയ. ആ വഴിയിൽ നടക്കുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ആ വഴിയിൽ നടക്കുമ്പോൾ ദൈവം നമ്മളെ പരിപാലിക്കും. ആ വഴിയിൽ നടക്കുമ്പോൾ ആരും നമ്മളെ കെണിയിലോ ഒരു വലയിലോ അകപ്പെടാതെ വണ്ണം ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. യേശുവിനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ആ ജീവനുള്ള ദൈവത്തെ ഇന്ന് രാത്രി പകൽക്കാലം നമുക്ക് ആരാധിപ്പാൻ, ഹല്ലേലൂയ, കർത്താവ് കൃപ തന്നല്ലോ. ഹലോ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ജീവനുള്ള ദൈവം, ഹല്ലേലൂയ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു. ആ സത്യ ദൈവത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് ആരാധിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. ആ സത്യ ദൈവത്തെ അറിഞ്ഞതോർത്ത് നന്ദിയോടെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആ സത്യത്തിന്റെ പാതയിലാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ സത്യപാതയിൽ നടപ്പാനായിട്ടാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വളഞ്ഞ വഴികളിലേക്ക് തിരിയാതെ, ഹല്ലേലൂയ, വളഞ്ഞ വഴിയിലേക്ക് തിരിഞ്ഞ്, ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമ്മൾ, ഹല്ലേലൂയ, സത്യത്തിന്റെ പാതയിലാണെങ്കിൽ ഇന്ന് നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ നമ്മുടെ വാഗ്ദത്തം പ്രാപിപ്പാൻ സമയമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഹല്ലേലൂയ, ഏതെങ്കിലും ദൈവമക്കളുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഭർത്താവേ, യേശുവിന്റെ നാമത്തിൽ പറയുന്നു, ഹല്ലേലൂയ, വാഗ്ദത്തം പ്രാപിപ്പാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ വളഞ്ഞ വഴികളാണ്. ആ ചിന്തകളൊക്കെ മാറി, ഹല്ലേലൂയ, നമുക്ക് ജീവൻ നൽകുന്ന ദൈവം, ഹല്ലേലൂയ, സമൃദ്ധിയായി ജീവൻ നൽകുന്ന ദൈവം, ഹല്ലേലൂയ, ഞാൻ തന്നെ വഴിയും സത്യവും, ഹല്ലേലൂയ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ദൈവം, ഹല്ലേലൂയ, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, കർത്താവ് നമുക്ക് ജീവൻ നൽകുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. 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 മരണത്തെ നീക്കുന്ന ജീവനാണ്. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 1-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ, ഹല്ലേലൂയ, 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, മരണത്തെ നീക്കുന്ന, ഹല്ലേലൂയ, ഒരു ദൈവമാണ്. ഹല്ലേലൂയ. മരണത്തെ, ഹല്ലേലൂയ, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, ഹല്ലേലൂയ, ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷരതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന
വിളിക്കപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിക്കുകയും അപ്പോസ്തലൻ ഉപദേഷ്ടവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് നിമിത്തം ഞാൻ ഇതൊക്കെ സഹിക്കുന്നു. ഹല്ലേലൂയ. എങ്കിലും ലജ്ജിക്കുന്നില്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തി എന്ന് ഉറച്ചിരിക്കുന്നു എന്ന് കേട്ട പദ്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1 അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും രക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയിൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം. ഹല്ലേലൂയ. നമ്മളെ അറിയുന്ന നമ്മുടെ യുഗങ്ങൾക്ക് മുമ്പേ, ഹല്ലേലൂയ, നമ്മുടെ മാതാവിന്റെ ഉദരത്തിലാവുന്നതിന് മുമ്പേ നമ്മളെ കർത്താവ് അറിഞ്ഞതാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തികളൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ആ പ്രവൃത്തികൾക്കനുസരിച്ച് കർത്താവ് നല്ല ഹല്ലേലൂയ പ്രതിഫലം തരും. ഹല്ലേലൂയ. അത് എന്തായാലും ഹല്ലേലൂയ കർത്താവ് തരും. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കാം. ഹല്ലേലൂയ. കർത്താവേ, കുറവശങ്ങളൊന്നും ഓർക്കാതെ വേണം. ഹല്ലേലൂയ. ആ സത്യം ഞങ്ങൾ അറിഞ്ഞതാണ്. ഹല്ലേലൂയ. ആ സത്യം ഞങ്ങൾ അറിഞ്ഞിട്ടും ഞങ്ങൾ ഹല്ലേലൂയ തെറ്റിപ്പോയിട്ടുണ്ട്. കർത്താവേ, അത് ഞങ്ങളോട് ക്ഷമിക്കുവാനുള്ള ഒരു കൃപ. ഹല്ലേലൂയ. അത് ഞങ്ങളോട് ഹല്ലേലൂയ കരുണ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്നൊരു നിലവിളി ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് ജീവന്റെ ഏകാധാരമാണ്. ഹല്ലേലൂയ. ആരും ഹല്ലേലൂയ ഹല്ലേലൂയ ആരും നമ്മുടെ ഹല്ലേലൂയ പാപങ്ങൾക്ക് വേണ്ടി യാഗത്തിന്റെ മുകളിലെ യാഗമായിട്ടില്ല. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഹല്ലേലൂയ നമ്മുടെ കുറവശങ്ങളെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് യാഗമായി തീർന്ന നമ്മുടെ കർത്താവാണ്. ജീവന്റെ ഏക ആധാരം നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ ഹല്ലേലൂയ അതിന്റെ 5-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവന്റെ ഹല്ലേലൂയ പുത്രനിൽ, ആ ജീവൻ അവന്റെ പുത്രനിലുള്ള എന്നുള്ളത് കൊണ്ട് തന്നെ പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് ഹല്ലേലൂയ ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ഹല്ലേലൂയ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഹല്ലേലൂയ ഇത് ഞാൻ എഴുതിയിരിക്കുന്നുവെന്ന്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് നിത്യജീവൻ നൽകുവാൻ കാണുന്നതാണ്. ഹല്ലേലൂയ. ആ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം അതിന് തടസ്സമായി നിൽക്കുന്ന ഹല്ലേലൂയ ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടാതെ വേണം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മുടെ അത്യന്തമായ ലക്ഷ്യം നമ്മുടെ നിത്യജീവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ രക്ഷ ഹല്ലേലൂയ പേഴ്സണലാണ്. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് നമുക്ക് സ്വകാര്യതയാണ്, നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. നാം കർത്താവിൽ വിശ്വസിച്ച് മുന്നേറണം. ദൈവനാമ മഹത്വം എടുക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ വിശുദ്ധ ജനത്തെയും ഹല്ലേലൂയ നമ്മൾ ആരുടെയും കെണിയിലകപ്പെടാതെ വേണം. നമ്മൾ കർത്താവിനുള്ളിൽ വിശ്വസിച്ച് ഹല്ലേലൂയ ദൈവനാമ മഹത്വം എടുക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. അതൊന്ന് നമ്മൾ സമൃദ്ധിയായി ജീവൻ നൽകുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ദൈവം. ഹല്ലേലൂയ. ആ സത്യപാതയിൽ നടക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും. 3 ഹല്ലേലൂയ മരണം നീക്കുന്ന ജീവനാണ്. ഹല്ലേലൂയ. 4 ജീവന്റെ ഏക ആധാരം ഹല്ലേലൂയ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. അവൻ വെളിച്ചമാണ്. ഹല്ലേലൂയ. ആ വെളിച്ചത്തിൽ നടന്ന് എല്ലാ അന്ധകാരത്തിന്റെയും ഹല്ലേലൂയ ഒരു പൈശാചികന്റെയും ഈ ലോകത്തിന്റെ ഒന്നിലും വീഴാതെ വേണം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ഇത് പകൽക്കാലം ഹല്ലേലൂയ എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരുവാനായിട്ട് ഇടയാകട്ടെ. തന്ന അവസരത്തിനായി ഹല്ലേലൂയ ദൈവദാസനും കുടുംബത്തിനോടും ഹല്ലേലൂയ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥിപ്പാനായിട്ട് ഹല്ലേലൂയ ദേവദാസന്മാർ ഇല്ല എങ്കിൽ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി സ്തോത്രം.
കർത്താവെ ഈ 382 പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. കേട്ട തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പ്രഭാതത്തിൽ അവരുടെ എല്ലാ ഇടപാടുകളിലും ദൈവ സാന്നിധ്യം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. ചില വ്യക്തി ജീവിതങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നു, അവിടെയും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാവട്ടെ. രോഗികൾ ഇന്ന് പകൽക്കാലം സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പാടുവാനായിട്ട് നമ്മുടെ ജീവൻ സന്താലിന്റെ മക്കളെ രണ്ടുപേരും ദൈവം അനുഗ്രഹിച്ചല്ലോ. മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് എന്ന സഹോദരി അനുഗ്രഹിച്ചല്ലോ. കർത്താവ് ഇന്ന് എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മളെ ആശ്വസിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആർക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ആമേൻ.